നല്ല ആളാ. എന്നെ കൊണ്ട് ഇവിടെ ചേർത്തിട്ട് ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. ഞാനിത്തിരി ബിസി ആയിപ്പോയി. എന്നാലും താനില്ലാത്ത ഒരു കുറവ് തന്നെയാ. എന്താ പ്രത്യേകിച്ച്? ഞാൻ സാറിനെ കാണാൻ വന്നതേ ആ ഫ്ലാറ്റിന്റെ കാര്യം പറയാനായിരുന്നു. എന്റെ പൊന്നുമാളു, അതൊഴിച്ച് എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ നടത്തി തരാം. ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ എന്നും അടിയാ. അവക്ക് സംശയാന്നേ. ആണുങ്ങളില്ലാതെ നിങ്ങളെ 4 പേരെ മാത്രം എന്തോന്നിനാ അവിടെ താമസിപ്പിച്ചിരിക്കുന്നെന്നാ അവിടെ സംശയം. ഒരു മാസം കൂടി നീട്ടി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് എത്രാമത്തെ ഒരു മാസാ? കഴിഞ്ഞ പ്രാവശ്യം നീട്ടി തന്നതിന് അവൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. കാര്യം ഫ്ലാറ്റ് എന്റെ പേരിലാണേലും കൈകാര്യം ചെയ്യുന്ന എല്ലാം അവളാ. ഒക്കത്തില്ല. ഒരു പ്രാവശ്യം കൂടി ഇനി ഞങ്ങൾ ചോദിക്കില്ല. ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അതിന് ഗായത്രിയുടെ ഭർത്താവിനെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിച്ച് അവിടെ സംശയം മാറും. അവക്ക് ഭർത്താവിനും കൂടെ താമസിക്കാനെന്നും പറഞ്ഞല്ലേ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത്. ഇപ്പൊ 12 മാസം കഴിഞ്ഞില്ലേ. അവളോട് പറ വിളിച്ചോണ്ട് വരാൻ. പിന്നെ എങ്ങോട്ടും പോകണ്ട. അല്ലാതെ നടക്കില്ലേ? ഇല്ല. കിളവൻ വീണില്ലല്ലേ? ഞാൻ വിചാരിച്ച നിന്നെ കാണുമ്പോഴെങ്കിലും അയാൾക്ക് ഒരു മനസ്സുമാറ്റം ഉണ്ടാവുന്നു. അയാൾക്ക് ജീവനിൽ നല്ല കൊതിയുണ്ട്. ഭാര്യ നല്ല തല്ലുകൊടുക്കും. ആനെത്തിയാ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. അവളെ ഈവന്റ് മാനേജർ അടിയെ കണ്ട് ഷോയുടെ കാശ് വാങ്ങാൻ പോയിരിക്കുക. ഞാൻ ഒന്ന് വിളിക്കട്ടെ. ശരി, ഞാനും വിളിച്ചു നോക്കാം. എടി കൂതറെ, നീ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കണേ. അയ്യോ, എന്തൊരു ക്യൂ! നീ എങ്ങനെ ഒരെണ്ണം വാങ്ങാ? സൗകര്യമില്ല. ചേട്ടാ, ഇവിടെ ചേട്ടൻ തന്നെ ഒന്നും കൂടെ. എന്താ സാർ? അല്ല, എന്താ മാഡം? ചേട്ടാ, എനിക്കൊരു കുപ്പി വാങ്ങിച്ചു തരാവോ? ഏതായാലും കുഴപ്പമില്ല. ഹായ്, നല്ല കാര്യായി. ഞാൻ തന്നെ കുപ്പി വാങ്ങിക്കാൻ അവിടെ ആളെ നിർത്തിയിരിക്കാം. അറിയോ, ഭയങ്കര ക്യൂവാ. എന്നാ ക്യൂല് നിക്കണ ആളുടെ അടുത്ത് കൊടുക്കാവോ? മാഡത്തിനെ വില കൂടിയ സാധനമാണെങ്കിൽ ഞാൻ മോളിൽ നിന്ന് മേടിച്ചേരാം. മതിയാ? അത് മതി. പിന്നെ ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേക്കാമോ? വേഗം ചെന്നില്ലെങ്കിലേ ചിലപ്പോ കട അടയ്ക്കും. 2000 ആണല്ലോ.